ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി എത്രത്തോളം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അത്രയും നല്ലതാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് ബ്രോക്കലി. അപ്പോൾ അതേ ബ്രോക്കലി ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫുഡ് പ്രോസസ്സറിലാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊരു ചോപ്പറിലോ ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. 2 മിനിറ്റ് ഒന്ന് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. ബ്രോക്കലി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ചിക്കൻ കട്ട്ലറ്റിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബ്രോക്കലി മാത്രം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഈ ഒരു ബ്രോക്കലിയും ഈ ചിക്കൻ്റെ കട്ട്ലേറ്റിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രോക്കലിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് ഞാൻ ബ്രോക്കലിയും അതുപോലെ ചിക്കനും എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉപ്പിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ചൂടോടെ തന്നെ ഉടച്ചെടുത്ത് കഴിയുമ്പോൾ ഒട്ടും കട്ടില്ലാതെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു മസാലയും അതുപോലെ പൊട്ടറ്റോയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കട്ട്ലറ്റിൻ്റെ മിക്സ് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനത് ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു സൈസിലുള്ള 17 കട്ട്ലറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു എഗ്ഗും അതുപോലെ ബ്രെഡ് ക്രംസും ആണിത്. ഓരോ കട്ട്ലറ്റായിട്ട് നമുക്ക് സാധാരണ ചിക്കനൊക്കെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമുക്കിതിലേക്ക് കട്ട്ലറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഓയിൽ ഓവർ ഹീറ്റ് ആവാനും പാടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റൊക്കെ പൊട്ടിപ്പോവും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒന്ന് കുക്കായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്. ഇത് നമുക്ക് തിരിച്ചിടാനൊക്കെ ഉള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കട്ട്ലറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിലും അത് നമ്മൾ തിരിച്ചിടുമ്പോഴൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു സൈഡും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിത് ഇട്ടിട്ടുള്ള ഒരു ബാച്ചോടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ നിങ്ങളിനി അടുത്ത പ്രാവശ്യം കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.